എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകമെമ്പാടുമുള്ള ഓരോ ക്രിക്കറ്റ് ആരാധകനും ശ്വാസമടക്കി കാത്തിരുന്ന ആ അവിസ്മരണീയവും ചരിത്രപരവുമായ നിമിഷം ഇതാ ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. IPL 2026 ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള തീപാറിന് പോരാട്ടം ആരംഭിക്കാൻ ഇനി ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ. സ്റ്റേഡിയമാകെ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ചുവന്ന ജേഴ്സികളുടെ ഒരു കടൽ മാത്രം. RCB എന്ന കാതടപ്പിക്കുന്ന ആരവങ്ങൾ ചിന്നസ്വാമിയുടെ അതിരുകൾ ഖേദിച്ച് പ്രതിധ്വനിക്കുന്നു. ഈ ദിവസം ക്രിക്കറ്റ് ചരിത്രത്തിൽ എത്രത്തോളം നിർണായകമാണെന്ന് ഈ ആവേശം തന്നെ വിളിച്ചോതുന്നുണ്ട്. എന്നാൽ RCB ക്യാമ്പിൽ നിന്ന് പുറത്തുവന്ന വാർത്ത ക്രിക്കറ്റ് പണ്ഡിതന്മാരെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. RCB മാനേജ്മെന്റ് തങ്ങളുടെ എക്കാലത്തെയും വലിയൊരു ചൂതാട്ടത്തിന് മുതിർന്നിരിക്കുകയാണ്. കിങ് വിരാട് കോഹ്ലിക്കൊപ്പം ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് വീരൻ ഫിൽ സോൾട്ടിനെയാണ് ഓപ്പണിംഗ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ജോഡി മൈതാനത്തിറങ്ങുന്നതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. പവർ പ്ലേയിലെ ആദ്യ 6 ഓവറുകളിൽ എതിർ ബൌളർമാരെ പിച്ച് ചീന്തുക എന്നതാണ് അത്. ഫിൽ സോൾട്ടിന്റെ അനിയന്ത്രിതമായ ആക്രമണോത്സുകതയും കോഹ്ലിയുടെ ക്ലാസിക് ശൈലിയും ചേരുമ്പോൾ ചിന്നസ്വാമിയിലെ ചെറിയ മൈതാനത്ത് ഇന്ന് റൺ മഴ പെയ്യുമെന്ന് ഉറപ്പാണ്. മറുവശത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാമ്പിലും വലിയ തന്ത്രങ്ങളാണ് മെനയുന്നത്. IPL 2026 ഈ ആദ്യ പോരാട്ടത്തിനായി ടീം വരുത്തിയ മാറ്റങ്ങൾ ആരെയും ചിന്തിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ സീസണിൽ ലോകോത്തര ബൌളർമാരുടെ പേടി സ്വപ്നമായി മാറിയ അതേ വിനാശകാരികളായ ഓപ്പണിംഗ് സഖ്യത്തിൽ തന്നെ പാറ്റ് കമിൻസ് വീണ്ടും വിശ്വാസമർപ്പിച്ചിരിക്കുന്നു. അതെ, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ എന്ന ആ മാരക ജോഡിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ചിന്നസ്വാമിയിൽ ഒരിക്കൽ കൂടി താണ്ഡവമാടാനും ബൌളർമാരുടെ ലൈനും ലെങ്തും തകർത്തെറിയാനും IPL റെക്കോർഡുകൾ പഴങ്കഥയാക്കാനും അവർ ക്രീസിലെത്താൻ വെമ്പൽ കൊള്ളുകയാണ്. ഇവരുടെ ഭയമില്ലാത്ത ശൈലി തകർക്കുക എന്നത് ഏതൊരു ടീമിനും വലിയ വെല്ലുവിളിയാകും. ഇതൊരു വെറും ഉദ്ഘാടന മത്സരം മാത്രമല്ല, 2 ക്യാപ്റ്റന്മാരുടെ തന്ത്രങ്ങളുടെ പോരാട്ടം കൂടിയാണ്. ഇരു ടീമുകളുടെയും സാധ്യതയുള്ള പ്ലേയിങ് 11 പരിശോധിച്ചാൽ ആർക്കും ആരെയും എഴുതി തള്ളാനാകില്ല. ഇനി നമുക്ക് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ പ്ലേയിങ് 11 എന്ന് പരിശോധിക്കാം. പുതിയ ക്യാപ്റ്റൻ രജത് പാട്ടിദാർ ടീമിനെ നയിക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ സാന്നിധ്യം ടീമിന് വൻ കരുത്തേകുന്നു. ഓപ്പണിംഗിലും മധ്യനിരയിലുമായി ഫിൽ സോൾട്ട്, ദേവ്ദത്ത് പടിക്കൽ, അപകടകാരിയായ ടിം ഡേവിഡ് ഉണ്ട്. വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മ എത്തുമ്പോൾ ഓൾറൗണ്ടർമാരായി കൃണാൽ പാണ്ഡ്യ, റൊമാരിയോ ഷെപ്പേർഡ് ടീമിന് സന്തുലിതാവസ്ഥ നൽകുന്നു. ബൌളിംഗ് നിരയിൽ സ്വിംഗ് സുൽത്താൻ ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, യാഷ് ദയാൽ, സ്പിൻ മാന്ത്രികൻ സുയാഷ് ശർമ്മ അണിനിരക്കുന്നു. ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സാധ്യതയുള്ള പ്ലേയിങ് 11ലേക്ക് വന്നാൽ ലോക കിരീടം നേടിയ നായകൻ പാറ്റ് കമ്മിൻസിന്റെ കീഴിലിറങ്ങുന്ന ഹൈദരാബാദ് നിരയിൽ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ എന്നീ ഓപ്പണർമാർക്ക് പുറമെ മധ്യനിരയിൽ ഇഷാൻ കിഷൻ, റൺ മെഷീൻ ഹെൻറിച്ച് ക്ലാസൻ, യുവതാരം നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരുണ്ട്. കൂറ്റനടികൾക്കായി ലിയാം ലിവിങ്സ്റ്റണും സദ്യമാണ്. ബൌളിംഗ് ആക്രമണം നയിക്കാൻ ഹർഷൽ പട്ടേൽ, ജയദേവ് ഉനാദ്കട്ട്, ശിവം മാവി, യുവതാരം സീഷാൻ അൻസാരിയും തയ്യാറാണ്. ചിന്നസ്വാമിയിലെ പിച്ച് എക്കാലത്തും ബാറ്റർമാരുടെ പരദീസയാണ്. ബാറ്റ്സ്മാൻമാർക്ക് അനായാസം ഷോട്ടുകൾ കളിക്കാൻ കഴിയുന്ന പിച്ചും ചെറിയ ബൗണ്ടറികളുമുള്ളതിനാൽ ബൌളർമാർക്ക് ഇവിടെ ചെറിയ തെറ്റുകൾ പോലും വലിയ വില കൊടുക്കേണ്ടിവരും. ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ ടോസ് നേടി രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് 70% വിജയസാധ്യതയുണ്ട്. RCBക്ക് മുൻകാലങ്ങളിൽ ടോസിന്റെ കാര്യത്തിൽ വലിയ ഭാഗ്യമുണ്ടായിരുന്നില്ലെങ്കിലും ഇന്ന് പാട്ടിദാരിലൂടെ ലഭിച്ച ഈ അനുകൂല ഘടകം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകും. സീറ്റ് ബെൽറ്റുകൾ മുറുക്കിക്കൊള്ളുക, കാരണം 200-ന് മുകളിൽ സ്കോർ ചെയ്യുന്ന ഒരു റൺ വേട്ടയ്ക്കാണ് ഇന്ന് ബംഗളൂരു സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സമയം കൃത്യം വൈകുന്നേരം 7:30-ന് ഡിജിറ്റലായി ജിയോ ഹോട്ട്സ്റ്റാറിലും തികച്ചും സൗജന്യമായും ടിവിയിൽ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും നിങ്ങൾക്ക് ഈ ഹൈ വോൾട്ടേജ് മത്സരം ആസ്വദിക്കാം. എന്തായാലും നമ്മുടെ നീണ്ട കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ ഇതാ അവസാനിക്കുകയാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ കണ്ണഞ്ചെത്തിക്കുന്ന ഫ്ലഡ് ലൈറ്റുകൾക്ക് കീഴിൽ 10,000-കണക്കിന് കണ്ണികളുടെ ഹർഷാരവങ്ങൾക്കിടയിൽ IPL 2026 ആദ്യ പന്തെറിയാൻ ഇനി ഏതാനും സമയം മാത്രം ബാക്കിയുള്ളൂ. ഇതൊരു വെറും ക്രിക്കറ്റ് മത്സരമല്ല, അഭിമാനത്തിന്റെ പോരാട്ടമാണ്. വിരാട് കോഹ്ലിയുടെ രാജകീയ ശൈലിയും ഫിൽ സോൾട്ടിന്റെ വെടിക്കെട്ടും ഒരു വശത്ത്, ട്രാവിസ് ഹെഡിന്റെയും അഭിഷേക് ശർമ്മയുടെയും വിനാശകരമായ ബാറ്റിംഗ് മറുവശത്ത്. ഇവരെല്ലാം കൂടി ചേരുമ്പോൾ ഈ രാത്രി ക്രിക്കറ്റ് പ്രേമികൾക്ക് സമാനതകളില്ലാത്ത ഒരു വിരുന്നാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ബംഗളൂരുവിന്റെ സ്വന്തം മണ്ണിൽ RCBയുടെ ഗർജനം മുഴങ്ങുമോ, അതോ ഹൈദരാബാദിന്റെ ഓറഞ്ച് പട ചിന്നസ്വാമിയിലെ റെക്കോർഡുകൾ പഴങ്കഥയാക്കുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.